നമ്മളുടെ കുട്ടികൾക്ക് കേൾവി കുറവുണ്ട് അല്ലെങ്കിൽ കേൾവി ശക്തി ഇല്ലെന്ന് പാരൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അത് എങ്ങനെയാണ് ഡോക്ടേഴ്സ് അതിന് അഡ്വൈസ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട് അപ്പം ജനിച്ച് 3 ദിവസത്തിന് മുമ്പ് തന്നെ കേൾവി ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് വരുന്നതിന് മുമ്പുള്ള ക്വസ്റ്റ്യനാണ് ആ പെർട്ടൻ്റ് ആയിട്ടുള്ളത്, എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. പലപ്പോഴും ഉണ്ടാകുന്നത് വെച്ചാൽ ആ ചെറുപ്പത്തിലുള്ള നമുക്ക് ഓരോ സമയത്ത് നമുക്ക് കേൾവി പല കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ജോലിക്ക് വേണ്ടിയത്. ഇപ്പോൾ ചെറിയൊരു കുട്ടി ഒരു 2 വയസ്സ് വരെ ആ കേൾവി എന്തിനാണ്? ഇപ്പോൾ ഒരു ശബ്ദം കേട്ട് നമുക്കൊരു ഡേഞ്ചർ നമുക്ക് ആ കുട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന കേൾവി എന്ന് പറയുകയാണെങ്കിൽ സംസാരത്തിന് വേണ്ടിയാണ്. കേട്ട് വയറ്റിലാകുന്ന സമയത്ത് 28ാം ആഴ്ച തൊട്ട് കുട്ടികൾ കേൾക്കാൻ തുടങ്ങും. എന്നിട്ട് ജനിച്ചു കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വാക്ക് വരുന്നത്. 2ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സെൻറ്റൻസ് വരുന്നത്. പലപ്പോഴും പണ്ടുകാലത്ത് ഈ സ്ക്രീനിങ് ഇല്ലാത്തപ്പോൾ പലപ്പോഴും കുട്ടികൾ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും ആ കാലത്ത് ന്യൂബോൺ സ്ക്രീനിങ് വരുന്നതിന് മുമ്പുള്ളത്. പലപ്പോഴും ആ കുട്ടിക്ക് കേൾവിയില്ലാന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ കുട്ടി സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പിന്നെ കേരളത്തിലെന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന 2 കുട്ടികൾ, ചേട്ടൻ്റെ അനിയനും കുട്ടികൾ 2 പേരുണ്ട്. 2 പേരെയും അമ്പലത്തിൽ കൊണ്ടുപോയി പടക്കം വന്നപ്പോഴത്തേനും ഒരു കുട്ടി കരഞ്ഞു, മറ്റേ കുട്ടി കരഞ്ഞില്ല. അങ്ങനെയുള്ള സൗണ്ടുകൾ വന്നിട്ട് വലിയ സൗണ്ടുകൾ, പാത്രം വീണു, അത് കേട്ടില്ലെന്നെങ്കിൽ. പക്ഷേ ഫസ്റ്റ് ഇതായിട്ടുള്ളതാണെങ്കിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. കേരളത്തിൽ ഓൾമോസ്റ്റ് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സിലും കൂടുതലായിട്ട് എല്ലാ കുട്ടികളെയും ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണെങ്കിൽ 4.6 എന്ന് വെച്ചാൽ 96% ഓഫ് ദി ചിൽഡ്രൻ ഷുഡ് ബി സ്ക്രീൻഡ് എന്നുള്ളതാണ്. കൊച്ചിയിലുള്ള ഇപ്പോൾ 98.2 ആണ്. അപ്പം അമേരിക്കൻ സ്റ്റാൻഡേർഡുകൾ നല്ല ഇതിലാണ് നമ്മൾ ആ ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, അതായത് ഈ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഇത്ര ആഴ്ച കഴിയുന്ന സമയത്ത് കുട്ടിക്ക് 28ാമത്തെ ആഴ്ച, 7ാമത്തെ മാസം തൊട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാരണന്മാരൊക്കെ പണ്ട് പറഞ്ഞാൽ ശരിയാണല്ലോ, അതായത് ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് മ്യൂസിക് ഒക്കെ കുറേ കേട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള ജനനം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്. അത് എത്രയും തീരുമാനം അറിയാൻ വയ്യ. പക്ഷേ ജനിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിക്ക് അമ്മയുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നുവെച്ചാൽ 28 മാസം തൊട്ട് അമ്മയുടെ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പം ആ ഒരു കരയുന്ന കുട്ടി അമ്മയുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ പ്രായത്തിൽ പോലും അതിനൊരു കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ സയൻറ്റിഫിക് അറിയാൻ വയ്യ. പക്ഷേ കാരണം അവർ പറയുന്നത് ശരിയായിരിക്കും. ആ വിധത്തിൽ നല്ല പാട്ടൊക്കെ നല്ല ശബ്ദങ്ങൾ കേട്ടുന്ന കുട്ടി ജനിക്കുമ്പോഴും അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റേത് പ്രൂവൺ ആണ്. അമ്മയുടെ സൗണ്ട് കേട്ടാൽ കുട്ടികൾ കരച്ചിൽ നിർത്തുമെന്നുള്ളത്. അത് ആ 28ാമത്തെ ആഴ്ചകളിൽ തൊട്ടാണ്. നമുക്ക് ആ 28ാമത്തെ ആഴ്ച തൊട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹിയറിങ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഉള്ളതല്ല, ലബോറട്ടറി ഇതിലൊക്കെ ആണെങ്കിൽ 28th വീക്ക് തൊട്ട് കുട്ടിയുടെ കേൾവി ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചിലപ്പോൾ കുറച്ച് ഏജ് എത്തിയിട്ടാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അതുവരെ നമ്മളുടെ ബ്രെയിൻ അറിയില്ലല്ലോ, സൗണ്ട് എന്നുള്ളൊരു സംഭവം നമ്മൾ കേൾക്കുന്നില്ലല്ലോ, ബ്രെയിൻ അതായിട്ട് അഡാപ്റ്റ് ആയിട്ടില്ല. പെട്ടെന്നൊരു ദിവസം ഈ പറഞ്ഞ സൗണ്ട് അപ്പോൾ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുകയാണല്ലോ ഇംപ്ലാന്റ് വഴി ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രെയിനെ നമ്മളെങ്ങനെ ട്രെയിൻ ചെയ്യിക്കേണ്ടതുണ്ടോ ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് സൗണ്ടിന് 2 വിധത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതിന് ബ്രെയിനിലുള്ളത് A1 എന്നും A2 എന്നും പറയും. A1 എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൗണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പാത്രം വീഴുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ നോക്കും. സംസാരിക്കുകയാണെങ്കിൽ അത് ആ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്ക് മാത്രമേ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ പാത്രം വീണു എല്ലാവരും നോക്കും. മറ്റേന്ന് പറഞ്ഞാൽ A1 എന്നാണ് പറഞ്ഞത്. ആ ഇതിന് ബ്രെയിനിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ A1. A2 എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഇത് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തലച്ചോറിൽ വലിയ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ തലച്ചോറിനകത്താണെങ്കിൽ ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് 1 to 42 വരെ ഉണ്ട്. ഓരോ ഭാഗം ഇന്നതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 28ാമത്തെ ആഴ്ച കുട്ടികൾ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ വളരെയധികം ആ ബ്രെയിൻ കുറേ ഡെവലപ്പ് ചെയ്യും. ഒരു 3 വയസ്സ് തൊട്ട് അത് പതുക്കെ കുറഞ്ഞു വരും. നമുക്ക് ആവശ്യമുള്ളതിലോട്ട് വരും.
ഇപ്പോൾ ഈ കുട്ടി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശബ്ദം ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട സ്ഥലം കാഴ്ചയുടെ ഭാഗം ഏറ്റെടുക്കും. എന്നുവെച്ചാൽ നമുക്കൊരു ഒരു ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണെങ്കിൽ ആളുകൾ കയ്യേറും. ഇന്ന് കയ്യേറിയാണെങ്കിൽ അയാളെ ഒഴിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. 2-3 വർഷം കഴിഞ്ഞിട്ട് ഒഴിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ജന്മനാൽ കേൾവിയില്ലാത്ത കുട്ടികൾ ഇപ്പോഴത്തെ ഉള്ളതെന്ന് പറയുകയാണ് 1 വയസ്സിന് മുമ്പ് ഇംപ്ലാന്റ് ചെയ്യണമെന്നാണ്. പണ്ട് കാലത്ത് അത്രയും കിട്ടുകയായിരുന്നു. അപ്പോൾ ഒരു 7 വയസ്സ് കഴിയുകയാണെങ്കിൽ ഈ A1 എന്നുള്ള കാര്യം പ്രവർത്തിക്കും. കുട്ടി കേൾക്കും. പക്ഷേ ബാക്കിയുള്ള ഭാഗം തിരിച്ചു പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ജീവിതകാലം മുഴുവൻ കേൾക്കും, പക്ഷേ ആ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് ആ കേൾക്കുന്നതാണ് സംസാരിക്കുന്നത്. മാതൃഭാഷ അമ്മ എന്ത് സംസാരിക്കുന്നു പറയുന്നു അത്. ഇപ്പം നമ്മളിവിടെ മലയാളം സംസാരിക്കുന്നു, അപ്പുറത്ത് തമിഴ് സംസാരിക്കുന്നു. മലയാളം എറണാകുളം സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂർ സംസാരിക്കും. അപ്പോൾ ആ രണ്ടിനുമുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പം ലേറ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സംസാരം വ്യത്യാസം ഉണ്ടായിരിക്കും. സാധാരണ പോലെയുള്ള സംസാരമായിരിക്കില്ല. ഓക്കെ. ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ആളുകൾക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് അത് നാച്ചുറലി എൻജോയ് ചെയ്യാൻ പറ്റുമോ? വെരി പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണെന്നുള്ളത്, ദൈവം തന്ന ഒരു ചെവിയും മനുഷ്യനുണ്ടാക്കി കൊടുത്തുള്ള ചെവിയായിട്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു വ്യക്തി ആളുടെ ഒരു ചെവി പോയി, മറ്റേ ചെവിയുണ്ട്, ഒരു ചെവി പോയി. അപ്പോൾ ആ സൈഡിൽ ഇംപ്ലാന്റ് ചെയ്തു. ആൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ പുള്ളിക്കാരനൊരു ഹ്യൂമൻ റിസോഴ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2 സൈഡിലും കേൾക്കണം, 2 സൈഡിലും കേൾക്കണം. അപ്പം ഒരു സൈഡ് വെച്ച് പുള്ളിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മറ്റേ സൈഡിൽ ഇംപ്ലാന്റ് ചെയ്തു. ആ വ്യക്തിയുടെ ഒന്ന് കേട്ട ഇൻപുട്സ് ഇറ്റ് ഇസ് ഫാന്റാസ്റ്റിക്. എന്ന് വെച്ചാൽ ശരിക്കും കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്, ഒരെണ്ണം പോയി. അപ്പോൾ 2 ചെവിയിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പറഞ്ഞ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞത് നല്ലൊരു ചെവിയുണ്ട്, അതിൽ കൂടെ കേൾക്കുന്നു. ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് 1-2 മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇത് എടുത്തു കളയേണ്ടി വരെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആണെങ്കിൽ റോബോട്ടിക് വോയിസ് ആയി. സ്റ്റാർ വാർസിൽ ഡാത്ത് വാദറില്ലേ, അദ്ദേഹം സംസാരിക്കുന്ന പോലെയായിരുന്നു പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇതിനകത്ത് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സെയിം ഇതും പറഞ്ഞ് കൂട്ടിയും കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിന് നമ്മൾ മാപ്പിംഗ് എന്ന് പറയും. മാപ്പിംഗ് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യും. അപ്പോൾ അത് വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ചെയ്ത് മാപ്പ് ചെയ്ത് പതുക്കെ ചെയ്ത് കഴിഞ്ഞ് ആദ്യം നമ്മൾ കേൾക്കാനും സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നീട് അവർ പതുക്കെ മ്യൂസിക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് now he says that yes I can enjoy music. വേറെ ഒരു മ്യൂസീഷ്യനെ കണ്ടു, ഷീ വർക്ക്സ് വിത്ത് മ്യൂസിക്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നതാണെങ്കിൽ ഇതിന് ചെല്ലുമ്പോൾ തന്നെയാണ് സാറിന് ഒരു സംസാരത്തിന് ദർ ഇസ് 1 മാപ്പ് 1 പ്രോഗ്രാം. മറ്റേന് ചെല്ലുമ്പോൾ തന്നെയാണ് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. മ്യൂസിക് അപ്രിസിയേഷൻ ഇൻസ്ട്രുമെൻസിനൊക്കെയുള്ള, ബിക്കോസ് ഷീസ് എ പ്രൊഫഷണൽ. ഇപ്പോൾ സാധാരണ ഒരു ലീഷറിൽ കേൾക്കുന്ന പോലെ കേട്ടാൽ പോരാ, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പ്രൊഫഷണലായിട്ട് അത് കേൾക്കണം. അപ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് ഫോർ നാച്ചുറൽ കോൺവെർസേഷൻ, അനദർ പ്രോഗ്രാം ഫോർ മ്യൂസിക്. അപ്പോൾ ആൻഡ് ഷീസ് ലൈക്ക് മ്യൂസിക് ഒക്കെ നല്ലതായിട്ട് അപ്രീഷിയേറ്റ്. അപ്പോൾ പ്രൊഫഷണലാണ്. അപ്പം പുള്ളിക്കാരത്തേക്ക് ആ ഓരോ ഫ്രീക്വൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിക്കാരത്തി അത് ലീഷറിന് വേണ്ടി കേൾക്കുന്നതല്ല, പ്രൊഫഷന് വേണ്ടി കേൾക്കുന്നതാണ്. അപ്പോൾ അത്ര ആക്യുറേറ്റ് ആയിട്ട് വേണം. മീൻസ് 2 സ്വിച്ച് ചെയ്ത് സാറിന് പോലെ കേൾക്കുന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ വളരെ നോയ്സ് ഉള്ള സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഇംപ്ലാന്റിന് ശേഷം വളരെ നോയ്സ് ഉള്ളൊരു ഏരിയയിൽ നിന്ന് നമ്മൾ തീരെ നോയ്സ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതോ മാറ്റേണ്ടതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു നെക്സ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്കുള്ള ടെക്നോളജി ഒരു മൈൻഡ് ബോഗ്ലിംഗ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ അത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ ഫോൺ വരികയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണം, ഓൺ ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് അകത്തുള്ളത് കേൾക്കും.
അപ്പം ആഹാ. നമ്മൾ ഇപ്പം പണ്ടൊക്കെ ചെയ്യുന്നത് പറഞ്ഞാണെങ്കിൽ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ട് വരുമ്പോഴത്തേനും ഫോൺ വരുമ്പോഴത്തേനും സ്പീക്കർ ഇവിടെ വെച്ച് അതിൻ്റെ മൈക്രോഫോണിൽ കൊണ്ടാണ് അകത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് പോലത്തെ ഒന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അതിൻ്റെ വേറെ ഒരു ഓറോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അതിനേക്കാളും ലേറ്റസ്റ്റ് ആയിട്ട് വേറെ വരുന്നുണ്ട്. അപ്പം ബ്ലൂടൂത്ത് ഉള്ളപ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേനും വേറെ ഒന്നും ചെയ്യണ്ടേ, ഡയറക്റ്റായിട്ട് ഇംപ്ലൈൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് മാത്രമല്ല വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. കറക്റ്റായിട്ട് നമ്മൾ ഈ ബഡ്സൊക്കെ വെക്കുന്ന പോലെ ഇതും ബഡ്സ് ഒന്നും ഇല്ല, അകത്ത് തന്നെയുണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. ഫോൺ ചെയ്ത ഉടനെ തന്നെ നേരെ ഇംപ്ലാന്റിലോട്ടാണ് പോകുന്നത്. സോ ദേ ഹാവ് ദാറ്റ് വൺ. വേറെ ഉള്ളതെന്ന് വെച്ചാൽ നോയ്സ് റിഡക്ഷൻ. നോയ്സ് റിഡക്ഷനൊക്കെ ആണെങ്കിൽ ചെവിക്കുണ്ട്. നമുക്ക് ചെവിക്ക് കേൾക്കുക മാത്രമല്ലേ ചെയ്യുന്നത്, കേൾക്കാതിരിക്കാനും പറ്റും. നമ്മളൊക്കെ സ്കൂളിലൊക്കെ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ലെക്ചർ ചെയ്യുന്നു, കംപ്ലീറ്റ്ലി കട്ട് ഓഫ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഇയർ ക്യാൻ കട്ട് ഓഫ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്, ആ സമയത്ത് എല്ലാ സൗണ്ടുകളും കേൾക്കും. ചായ ചായ കേൾക്കും, ട്രെയിനിൻ്റെ സൗണ്ടുകൾ. ആൾ വന്ന് മീറ്റ് ചെയ്തിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പോവും. അത് ചെവിക്ക് മാത്രമല്ല മണത്തിനുണ്ട്. വളരെ മോശമായിട്ടുള്ള മണമുള്ള സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മണം പോവും. നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. മീൻ മാർക്കറ്റിൽ പോയി കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് മണം പോവും. അപ്പോൾ ചെവിക്ക് അൺവാണ്ടഡ് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ. ദറ്റ് വി വിൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുന്നത് അറിയാം. പലപ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ലെക്ചറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ക്ലാസ്സിലുള്ള ഒരാൾ ലെക്ചർ ചെയ്യുമ്പോഴത്തേനാണെങ്കിൽ ടീച്ചർ വർത്തമാനം പറയും, പല കുട്ടികളും സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് വരുന്നുണ്ട്, അകത്തോട്ട് പോകുന്നില്ല. അപ്പോൾ ആ കേൾക്കാതിരിക്കാനുമുള്ള കഴിവ് ചെവിക്കുണ്ട്. നോയ്സ് ക്യാൻസലേഷനുള്ള ഇതുമുണ്ട്. പ്രായം ചെല്ലുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോഴാണ് പ്രായമുള്ളവർക്ക് സൗണ്ട് ഇത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരിത്. അപ്പോൾ അത് പറ്റും. ഇപ്പോൾ വലിയൊരു ഡിസ്കോ സൗണ്ടിൽ ഒരു ടീനേജ് അല്ലെങ്കിൽ 24 year old അവിടെ പോയിട്ട് സുഖമായിട്ട് അതെല്ലാം കേൾക്കാം. ആൻഡ് ദേ ക്യാൻ ഹോൾഡ് എ കോൺവെർസേഷൻ. 60 വയസ്സുള്ളവരൊക്കെ അവിടെ പോയി നിൽക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഭയങ്കര ചില ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ നോയ്സ് ക്യാൻസലിംഗ് ടെക്നോളജിയും ഫോർവേഡ് ഫേസിങ് മൈക്രോഫോൺസ് എല്ലാം പതുക്കെ ഇൻബിൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ നെക്സ എന്ന് പറഞ്ഞാൽ പുതിയ ഇവരിപ്പോൾ ഇറക്കി വരണമാണ്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെയുണ്ട്. സോ ഒരു ലൗഡ് സൗണ്ടിൽ പോയിട്ട് യു ക്യാൻ ഹാവ് കോൺവെർസേഷൻ മാത്രമായിട്ടുള്ള പറ്റും, ബാക്കിയുള്ളതെല്ലാം കളഞ്ഞ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് അഡ്ജസ്റ്റ് ചെയ്യും, ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യും. ശബ്ദമുള്ളടുത്ത് പോവുക, ക്വയറ്റായിട്ട് വരിക, അത് അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെ അകത്തുള്ളത് ട്രൈയിങ് ടു മിമിക് വാട്ട് ദി ഇയർ ഡസ്. നമ്മളതൊക്കെ വി ഹവ് ടേക്കൺ ഓൾ ദിസ് ഫോർ ഗ്രാൻഡഡ്. ഈ ചെവി ഇത് ചെയ്യുന്നുള്ള കാര്യം നമുക്കൊന്നും അറിയാൻ വയ്യ. നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും, അത് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ സൗണ്ടും കേൾക്കാൻ പറ്റും, ചെറിയൊരിടത്ത് വരുമ്പോൾ കേൾക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ഇതിൻ്റെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് ഓൾ ദീസ് തിങ്സ് ആർ ബീയിങ് ഇൻകോർപ്പറേറ്റഡ്. ഞാനിങ്ങനെ ഇപ്പോൾ എവിടെയോ വായിച്ചത് നമ്മൾ മനുഷ്യന്മാർ കേൾക്കുന്നത് ഈ 20 ഹെഡ്സിനും 20 kHz ഇടയിലുള്ള ഫ്രീക്വൻസീസ് മാത്രമാണ് നമ്മൾ മനുഷ്യന്മാർ കേൾക്കുന്നത്. അതിന് മുകളിലുള്ളതോ താഴെയുള്ളതോ കേൾക്കുന്നില്ല എന്ന് എവിടെയോ വായിച്ച്. അപ്പോൾ ഈ ഇപ്പോൾ ചില മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ, ഈ വലിയ നോയ്സസും ചെറിയ നോയ്സസൊക്കെ. അതെന്താ അപ്പം അതിലുള്ള ഡിഫറൻസ് എന്താ? നമുക്കും അവർക്ക് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താ? നമുക്ക് 20 to 20,000 hertz, 20 hertz തൊട്ട് 20,000 hertz വരെയുള്ള സൗണ്ടുകൾ വളരെ ഇതായിട്ടാണ്. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നതാണ് ലോ ഫ്രീക്വൻസി സൗണ്ട്. അത് കുറച്ചുകൂടെ ലോറാണ്. 20 ഒക്കെ ആണെങ്കിൽ അത് ലോ ഫ്രീക്വൻസി, ചെണ്ടയുടെ ഒരു സൗണ്ട്. ഹൈ ഫ്രീക്വൻസി പറഞ്ഞാൽ വിസിലിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ്. മണിയുടെയൊക്കെ ആണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആണ്. ഇപ്പോൾ വളരെ ലോ ഫ്രീക്വൻസി ഉണ്ട്, വളരെ ഹൈ ഫ്രീക്വൻസി. ജനിച്ചു വരുമ്പോൾ നമുക്ക് 20 to 20,000 വരെ കേൾക്കാം. ഓക്കെ. പക്ഷേ ഒരു 10-30 ദിവസമായിട്ട് പതുക്കെ കുറഞ്ഞു വരും. കുറഞ്ഞു വന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 250 hertz to 8,000 hertz. അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ. ബാക്കിയൊക്കെ ഉള്ള എൻവയറമെൻ്റൽ സൗണ്ട്സ് ആണ്. നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഓക്കെ. നമ്മുടെ ആ സ്പീച്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു 500 to 4,000 വരെ ഉള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഞാൻ പറയുന്ന വാക്കുകൾക്കൊക്കെ അതിന് മുകളിലോട്ടുള്ള ഫ്രീക്വൻസീസ് ഇല്ല. ഏജ് വരുമ്പോഴത്തേനും ഇത് പിന്നെയും കുറയും. ഈ ഹൈ ഫ്രീക്വൻസീസ് ടെൻഡ് ടു കം ഡൗൺ. കൊച്ചു പിള്ളേർക്ക് വലിയ എല്ലാ ഇതും കേൾക്കാൻ പറ്റും, മറ്റേത് പറ്റിയില്ല.
പിന്നെയുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് അപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചു, അപ്പോൾ കൊച്ചുകുട്ടികൾ കേൾക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കാത്ത സൗണ്ട് ഉണ്ടോ? അതായത് കൊച്ചുകുട്ടികൾ കേൾക്കുന്നുണ്ട് നമ്മൾ കേൾക്കാത്ത സൗണ്ട് ഉണ്ടോ? വളരെ വളരെ ഇതായിട്ടുള്ള ഞാനിപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാൻ ഒരു കുറച്ചാളും വരും, ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 year ബാക്ക്, ഞാനൊരു ഷൂസ് വാങ്ങിച്ചു. അതിലൊരു ചെറിയൊരു ബക്കിൾ പോലത്തെ ഒരു സംഭവമുണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പം എൻ്റെ അവിടെയെങ്കിലും സ്റ്റുഡൻസ് ഉണ്ട്, ദേ ഓൾ നോ ഐ എം കമ്മിങ്. ഞാൻ ഇതുവരെ ആ സൗണ്ട് കേട്ടിട്ടില്ല. ഓക്കെ. ഒരു 40 വയസ്സ് താഴെയുള്ളവർക്ക് ആ ബക്കിളിൻ്റെ ദാറ്റ്സ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് അത് കേൾക്കാൻ പറ്റില്ല. ഓ ഓക്കെ. ഞാനതിന് കുലുക്കി നോക്കിയതില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കുള്ള എൻ്റെ ബ്രദേഴ്സിനൊക്കെ അല്ല, എൻ്റെ പ്രായമുള്ളവർ, എന്നെക്കാളും കുറച്ച് ഇളയതായിട്ടുള്ള എൻ്റെ എൽഡസ്റ്റ്, അവർക്കാരും കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജൂനിയേഴ്സ് അവിടെ നിന്നൊക്കെ ദേ ആർ ബിറ്റ്വീൻ ഒരു 20-30 താഴെയുള്ളവരാണ്. ഞാൻ വരുന്ന അവർക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ ഒരു ഫോൺ ബെല്ലടിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം യങ്ങസ്റ്റ് കൊണ്ടാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കാരണവർ ഏറ്റവും അവസാനം കേൾക്കുള്ളൂ. ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് ദറ്റ് വി കൻ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുണ്ടോ? ഇത് എന്താ എലിഫൻസ്, അവരാണെങ്കിൽ 10 decibel വരെ അവർക്ക് ഇതുണ്ട്. ആ ഒരു റംബിൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഇറ്റ് ഈസ് ലോ ഫ്രീക്വൻസി. ആ ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് വലിയ വേവാണ്. അപ്പോൾ അത് തടസ്സങ്ങളിലും പറ്റിയല്ല, അത് ആവശ്യമില്ല, തടയാൻ പറ്റിയല്ല. എന്നുവെച്ചാൽ വലിയ ഫ്രീക്വൻസി ഇറ്റ് കൻ ഗോ അപ് ടു 9 kilometers. നമുക്ക് 9 kilometer നിന്ന് കേട്ടിട്ട് എന്തിനാ ആവശ്യം? ദാറ്റ് ഇസ് നോട്ട് നെസസറി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊണ്ടുവന്ന് നമുക്കൊരു 500 to 4,000 ആണ്. ആ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു സംസാരം ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹൈ ഫ്രീക്വൻസി വളരെ അൾട്രാ ഹൈ ഫ്രീക്വൻസീസ് ഉണ്ട്, ഡോഗ് വിസിൽസ് ഒക്കെ ഉണ്ട്. അത് പട്ടികൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആനിമൽസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. നമുക്ക് വാട്ട് ഡു യു നീഡ് യുവർ ഹിയറിംഗ് ഫോർ? ഇറ്റ്സ് മെയിൻലി ഫോർ കോൺവെർസേഷൻ. ഓക്കെ. അതാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലാതെ മ്യൂസിക്കിൻ്റെ ഒക്കെ ഉള്ളു, അല്ലാതെ വലിയ ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും കൺസേർവ് ചെയ്ത് ഏറ്റവും നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കണ്ണ് വിശ്രമിക്കുന്നുണ്ട്, സ്കിൻ വിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉറക്കത്തിൻ്റെ എത്ര ഉറക്കത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പാത്രം വീണാൽ നമ്മൾ അപ്പം അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെവി വിശ്രമിക്കുന്നില്ലേ? ചെവി വിശ്രമിക്കുന്നുണ്ട്. രാത്രി നല്ലതായിട്ട് കിടന്നുണ്ട്, പെട്ടെന്ന് ഒരു ലൈറ്റ് ഇടും, നമ്മൾ കാണില്ലേ? അറിയോ? ലൈറ്റ് ഇട്ടാൽ അറിയില്ലേ? വളരെ പവർഫുൾ ആയിട്ടൊരു ലൈറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ അറിയും. നമ്മൾ ഉറക്കത്തിൽ ഓൾ ദ തിങ്സ് ആർ റെസ്റ്റിംഗ്. ഇപ്പം ഇതിൻ്റെ അകത്ത് അലാം നമ്മൾ കേൾക്കും, ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നില്ല. അപ്പം ചെവി അതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാഴ്ച അല്ല, കണ്ണ് കാണുന്നത്, കണ്ണ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ണ് തുറക്കുമ്പോഴേ കാണുള്ളൂ. ഇല്ല, നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഇതിനകത്ത് പോയി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് കോസ് ഡിസ്റ്റർബൻസ്. ഇപ്പം ഞാൻ എപ്പോഴും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ ഇതിനു വേണ്ടി കുട്ടികളുടെ വീഡിയോ എടുക്കാൻ പറയും. ഓൾവേസ് ഇൻസിസ്റ്റ് ആ ലൈറ്റ് വേണമെന്നുള്ളത്, കിടക്കുന്ന ഇതിൽ ആ വീഡിയോ എടുക്കാനുള്ള ലൈറ്റ് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കുറുക്കം വലിക്ക് വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ആ കുറുക്കം വലിച്ചുകൊണ്ട് ലൈറ്റ് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് സെൻസ്ഡ്. അപ്പോൾ ആ സ്ലീപ്പിൻ്റെ പാറ്റേൺ മാറും. സ്ലീപ്പിൻ്റെ പാറ്റേൺ മാറും. സ്ലീപ്പിനും പാറ്റേൺസ് ഉണ്ട്, ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്, അറിയും എന്ന് പറഞ്ഞ പല വിധത്തിലുള്ള ഉറക്കങ്ങളുണ്ട്. അപ്പോൾ ആ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു കുട്ടിയുടെ മുറി പോയിട്ട് ലൈറ്റ് ഇടുകയാണ്, വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇടുകയാണെങ്കിൽ ദാറ്റ് സ്ലീപ്പ് പാറ്റേൺ വിൽ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കുറുക്കുമ്പലിക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യും, വീഡിയോ എടുക്കാൻ പറ്റിയ ലൈറ്റുള്ള ഇടത്തിൽ കുട്ടിയെ കിടത്താൻ പറയും. അപ്പോൾ ചെവി റെസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റേതെല്ലാം റെസ്റ്റ് ചെയ്യുന്ന പോലെ ചെവി റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ സൗണ്ട് നമ്മൾ കേൾക്കില്ല. ഇടിവെട്ടിയാൽ തീർച്ചയായിട്ടും കേൾക്കും, അലാം അടിച്ചാൽ കേൾക്കും. ചെറിയ സൗണ്ട്സ് വി ഡോണ്ട് ഹിയർ. ഓക്കെ. ഇപ്പോൾ പലരുടെയും കേൾവി ശക്തി പലതായിരിക്കുമല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് കുറച്ചും കൂടെ കേൾവി ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ ഡോക്ടറിൻ്റെ കേൾവി ശക്തി ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും ചില സമയത്ത്. എൻ്റെ കേൾവി ശക്തി എനിക്ക് അളക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാണ് അത് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം കേൾവി ശക്തി ഉണ്ടോ, ഞാൻ എങ്ങനെ സ്വയം അനലൈസ് ചെയ്യാം? നമുക്ക് പ്യൂർ ടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്യൂർ ടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞാൽ സൗണ്ട് തരുന്നു. ഞാൻ A1 A2 എന്ന് പറയുന്നത് സൗണ്ട് തരുന്നു. അത് എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഈ സൗണ്ട് കൊടുത്ത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനകത്ത് -10 to 20 decibels ഇത് നാച്ചുറൽ റേഞ്ച്. ഓക്കെ.
മൈനസ് എന്ന് പറഞ്ഞാൽ 0 നമുക്ക് ഇതായിട്ട് എടുക്കുകയാണ്, അതിനേക്കാളും നല്ലവർ കാണും. അതുകൊണ്ടാണ് -10 to 15 to 20 ഡെസിബിൾ നോർമൽ എന്ന് പറയുന്നത്. അത് ഓരോ ഫ്രീക്വൻസിയിലും നോക്കും. 250 250 ഉള്ളൂ, ഈ പറഞ്ഞാൽ 20-ലൊന്നും പോവുകയില്ല. 8,000 250 to 8,000 അതിനകത്ത് ഓരോ ബാൻഡുണ്ട്. അവിടെ ഓരോന്നിലും സൗണ്ട് തന്ന് ഏറ്റവും ചെറിയ സൗണ്ട് ഏതാ കേൾക്കുന്നത് നോക്കും. അതിനാണ് പ്യുവർ ടോൺ ഓഡിയോഗ്രാം എന്ന് പറയും. ഓക്കെ. ഓരോ ഫ്രീക്വൻസിയിലും ഏറ്റവും ചെറുതായിട്ട് കിട്ടുന്ന സൗണ്ട് ഏതാണെന്ന് നോക്കുന്നത്, അതാണ് നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് 40 ദിവസം ചെറുതായിട്ടൊരു ഡിപ്പ് വരും, ഹൈ ഫ്രീക്വൻസി ചെറുതൊരു ഡിപ്പ് വരും. ദാറ്റ് ഇസ് കോൾഡ് പ്രസ്ബയോക്കിസിസ് കർവ്. പ്രായത്തിലുള്ള കേൾവിക്കുറവിന് പ്രസ്ബയോക്കിസിസ്. ഇപ്പം എല്ലാവരും ചെറുതായിട്ട് കേൾവിക്കുറവ് വരും. അപ്പം 60 വയസ്സുള്ളവരാണെങ്കിൽ ആ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും, നോർമൽ ആളുകളായിട്ടുള്ളവർ. സോ ദാറ്റ് ഈസ് ഫോർ A1 സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടാമുള്ളതെന്ന് പറയുകയാണെങ്കിൽ സ്പീച്ച്. ഇപ്പം നമുക്ക് എല്ലാ ലാംഗ്വേജിലും ആൽഫബറ്റ് ഉള്ള പോലെ എല്ലാ ലാംഗ്വേജിലും സൗണ്ടുകളുണ്ട്, സൗണ്ടുകൾ പ്രത്യേകമായിട്ടുണ്ട്. അപ്പോൾ ആ A to Z ആൽഫബറ്റ് പോലെ ഫോണറ്റിക്കലി ബാലൻസ്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഇതിനകത്തും നമുക്ക് ഇതുകളുണ്ട്, വാക്കുകളുണ്ട്. ആ വാക്കുകൾ തരും. ഓക്കെ. എന്നിട്ട് അതിന് സ്പീച്ച് ഓഡിയോമെട്രി, മറ്റേത് പ്യുവർ ടോൺ ഓഡിയോമെട്രി, ഒറ്റ ടോണാണ് ഇതിന്. ഇത് സ്പീച്ച് ഓഡിയോമെട്രി എന്ന് പറയും. അപ്പോൾ ആ സ്പീച്ച് വന്നിട്ട് സൗണ്ട് കേൾക്കുക മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്. ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും എത്രയാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു നോർമൽ മനുഷ്യനെ നമ്മളുടെ കേൾവിശക്തി ടെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? അതൊക്കെ ഒരു വേഗമായിട്ടുള്ളതാണ്. നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇല അനങ്ങുന്നത്, ഇല അനങ്ങുന്നത് അബൌട്ട് ഒരു 10 ഡെസിബിൾ വരും. പുറത്തുനിന്ന് ഒരു ബേർഡിൻ്റെ ഇത് ദാറ്റ് ഈസ് അബൌട്ട് ഒരു 20 ഡെസിബിൾ. ആണുങ്ങൾ വർത്താനം പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഒരു 40 to 60 വരും. പെണ്ണുങ്ങളുടെ കുറച്ചുകൂടെ ഹയറാണ്. മിക്സി, മോട്ടോർ സൈക്കിള്, നമ്മളിപ്പോൾ ഇതാണ് എയർപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് 140. അപ്പോൾ ഒരു ഇല അനങ്ങുന്ന തൊട്ട് ഇതുവരെ ഉള്ളത്. സോ ദാറ്റ് ക്യാൻ ഗിവ് യു ഒരു വളരെ വേഗമായിട്ടുള്ള. പക്ഷെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ കോൺവെർസേഷൻസ് ആണ്. നമ്മൾ വിസ്പർ ചെയ്യുന്നുണ്ട്. ഓക്കെ. കോൺവെർസേഷൻ, ഷൗട്ട്. സോ വിസ്പർ ഈസ് അബൌട്ട് 20 to 30 ഡെസിബിൾ. നോർമൽ കോൺവെർസേഷൻ അബൌട്ട് 40 to 60. ഷൗട്ട് ഉറക്കെ പറയുന്നതാണെങ്കിൽ 90 ഡെസിബിൾ. അപ്പം അങ്ങനെ ഉള്ളൊരു ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാമല്ലോ. ബാക്കി ടെസ്റ്റുകളുള്ളപ്പോഴത്തേനും പണ്ട് കാലത്ത് ഇത് ഉപയോഗിക്കായിരുന്നു, ഈ കോൺവെർസേഷണൽ ടെസ്റ്റൊക്കെ ഉപയോഗിക്കായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ ഇമാജിനറി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അവസാനമായിട്ട്. കുറച്ച് കാലം കഴിയുന്ന സമയത്തേ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ ദൈവം ഇങ്ങനെ രണ്ടുപേരും തന്നെയാണോ? ഒന്നല്ലെങ്കിൽ കേൾവിശക്തി എടുക്കാം, അല്ലെങ്കിൽ കാഴ്ചശക്തി എടുക്കാം. ആസ് എൻ ENT ഏത് ഓപ്ഷൻ എടുക്കും? ഞാൻ ENT പറയുമ്പോൾ എപ്പോഴും എന്ന് പറയും. നമുക്ക് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വേണ്ട സംസാരിക്കാനാണ് നമുക്ക് വേണ്ടെന്ന് പറയും. അപ്പം വി ഹാവ് ഇന്ത്യൻ ഫ്രീക്വൻസി വേണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന് സംസാരിക്കണം. ലോ ഫ്രീക്വൻസിയും ആനുവൽസാണ് മറ്റേത്. അപ്പം നമുക്ക് കേൾവി ഇല്ലാത്തപ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള മനുഷ്യർ നമ്മളെ മൃഗങ്ങളായിട്ട് കാണും. അതുകൊണ്ടാണ് കേൾവിയില്ലാത്ത ഒരു കണ്ണ് പൊട്ടനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും സിമ്പതി ഉണ്ട്. കേൾക്കാത്തവരുടെ നമുക്ക് അവജ്ഞയുള്ളൂ. അപ്പം ഇതിനകത്ത് ക്ലാസിക്കൽ എക്സാമ്പിൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് രണ്ടും അനുഭവിച്ചിട്ട് രണ്ടും ലൂസ് ചെയ്ത ഒരാൾ ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ സാധാരണ പോലെ ജനിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് കാഴ്ച പോയി, കുറച്ച് കഴിഞ്ഞിട്ട് കേൾവി പോയി. ഷി വാസ് സോഷ്യലിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഒരു മെമ്മോയറുണ്ട്, ബയോഗ്രഫിയുണ്ട്, ആത്മകഥയുണ്ട്. അതിൻ്റെ അകത്തൊരിതുണ്ട്, ഏതെങ്കിലും ഒരു കാലത്ത് ദൈവം എന്നോട് ചോദിക്കുകയാണ്, ഈ രണ്ട് നഷ്ടപ്പെട്ട ഒരാൾക്ക് ഏത് വേണമെന്ന് ചോദിക്കുകയാണ്, ഞാൻ തീർച്ചയായിട്ടും പറയും കേൾവി വേണം. ഈ ഒരൊറ്റ കാര്യം കൊണ്ടുണ്ട്. കാഴ്ചയില്ലാത്തവർക്ക് എപ്പോഴും സിമ്പതിയുണ്ട്, കേൾവിയില്ലാത്തവർക്ക് എപ്പോഴും അവജ്ഞയുണ്ട്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, ഞാൻ ഈ സമയം കേൾവി എന്ന് പറയും, എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല. ഹെലൻ കെല്ലർ രണ്ടും ഉണ്ടായിട്ട് രണ്ടും നഷ്ടപ്പെട്ട വ്യക്തിയോട് പറയാണ്, ഈശ്വരൻ എന്നോട് ചോദിക്കുകയാണ് ഒരു വരം തരാമെന്ന്, ഞാൻ തീർച്ചയായിട്ടും പറയും കേൾവിശക്തി. ഓക്കെ. ഈ കോക്ലിയർ ഇംപ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് ബ്രീഫ് ചെയ്ത് തരുമോ? ഓക്കെ. കോക്ലിയർ ഇംപ്ലാന്റ് ആദ്യത്തെ നമുക്ക് ഡയഗ്നോസ് നമുക്ക് തീർച്ചപ്പെടുത്തണം. ഇത് ആ കേൾവിക്കുറവുണ്ട്. ഈ കേൾവി നമ്മൾ വേറെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം സാറിന് ചെയ്യുന്ന മരുന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്,
ഇതൊന്നും കാര്യം കൊണ്ട് ഇല്ലാന്ന് പറ്റുകയാണെങ്കിലാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അപ്പോൾ ആദ്യം ഡയഗ്നോസിസ് വേണം, ഇത് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്നുള്ള ഒരിത് വേണം. അതിന് ടെസ്റ്റുകളുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു CT സ്കാൻ എടുത്ത് കോക്ലിയർ ഇംപ്ലാന്റ് കോക്ലിയക്കകത്ത് വെക്കുന്നതാണ്. ഇപ്പം ജന്മന ഇല്ലാത്ത കുട്ടികൾ ചിലപ്പം കോക്ലിയ കാണുകയില്ല. അപ്പോൾ അത് CT സ്കാൻ ചെയ്ത് കോക്ലിയ ഉണ്ടോ എന്നുള്ളത് തീർച്ചപ്പെടുത്തണം. ഉണ്ടെന്നുള്ളത് തീർച്ചപ്പെടുത്തണം. ഇതിന് 2 ഭാഗമുണ്ട് കോക്ലിയർ ഇംപ്ലാന്റ്. ഒരു ഭാഗം അകത്ത് വെക്കുന്നതാണ്, വേറെ സ്പീച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പുറത്തൊരെണ്ണമുണ്ട്. ഓക്കെ. അപ്പം സ്പീച്ച് പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ ചെവി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ശബ്ദതരംഗങ്ങളെ എടുക്കും, തലച്ചോറിന് മനസ്സിലാക്കുന്ന ഇലക്ട്രിക്കൽ തരംഗങ്ങൾ ആക്കി മാറ്റും. സൗണ്ട് തലച്ചോറിലോട്ട് പോയാൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ്. അപ്പോൾ അതിനെ മാറ്റും. ആ ഇമ്പൾസസ് റേഡിയോ ഫ്രീക്വൻസി വഴി ചെവിക്കകത്ത് ചെന്ന് അത് അവിടുത്തെ കോക്ലിയ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കോക്ലിയക്കകത്തുള്ള ഞരമ്പുകളുണ്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് തലച്ചോറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഒരു ഭാഗം ഓപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോളുകളുണ്ട്. മെഡിക്കൽ ടെസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തലേ ദിവസം അഡ്മിറ്റ് ചെയ്യും. പിറ്റേന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ തുടങ്ങി ഓപ്പറേഷൻ ചെയ്ത് ചെവിയുടെ പുറകിൽ കൂടെ ഒരു മുറിവിട്ട് എല്ലാം ഡ്രില്ല് ചെയ്ത് കോക്ലിയക്കകത്ത് ചെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഏകദേശം ഒരു സൈഡ് ഒരു 1-1.5 മണിക്കൂർ, 2 സൈഡ് ചെയ്യാണ് ഏകദേശം ഒരു 3 മണിക്കൂർ. അത് ചെയ്ത് ഒരു ബോധം കെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉടനെ ബോധം തെളിയിപ്പിക്കും. ആ കുട്ടിയെ അന്ന് തന്നെ അമ്മയുടെ അടുത്ത് കൊടുക്കും, നേരെ റൂമിൽ പോകും. 4 മണിക്കൂർ തൊട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ. ഡിസ്ചാർജ് ചെയ്ത് ആ സ്റ്റിച്ച് കാണും, ചിലപ്പോൾ ആ എടുക്കാവുന്ന സ്റ്റിച്ചായിരിക്കും. അപ്പോൾ അത് ഒരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ പുറമേയുള്ള ഭാഗം രണ്ടും കൂടെ കണക്ട് ചെയ്യും. അതിനാണ് സ്വിച്ച് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ. നേരത്തെ കാലഘട്ടത്തിൽ 3 ആഴ്ച എടുക്കുമായിരുന്നു. അപ്പം അതിപ്പോൾ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ പറയുന്നതാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യും. എന്തിനാണ് ഈ ഒരാഴ്ച 3 ആഴ്ച ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഇംപ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം. ഇപ്പോൾ അത് തന്നെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുട്ടി കേൾക്കാൻ സംസാരിക്കുകയൊന്നും ചെയ്യില്ല. 28ാമത്തെ ആഴ്ച വയറ്റിലുള്ളപ്പം 28ാമത്തെ ആഴ്ച തൊട്ട് കുട്ടി കേൾക്കാൻ തുടങ്ങിയതാണ്. ആദ്യത്തെ വാക്ക് വന്നത് 1ാമത്തെ വയസ്സിലാണ്. അപ്പം 12 ഒരു 12 ഒരു 14 to 15 months ഓഫ് ഹിയറിങ് കഴിഞ്ഞിട്ടാണ് കുട്ടിയുടെ വാക്ക് വന്നത്. അപ്പോൾ അതുപോലെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ട് വേണം അവരിത് വരാനായിട്ട്. അതായത് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയും. ഓഡിറ്ററി വെർബൽ തെറപ്പി ഏകദേശം ജന്മനാ കേൾവിയില്ലാത്ത കുട്ടികൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സോളം എടുക്കും. ആഴ്ചയിൽ 1-2 ദിവസം വന്ന് ഇത് ചെയ്യും. ചെറിയ കുട്ടികൾ ജന്മനാ ഉള്ള പോലെ തന്നെ കുട്ടികൾ കേൾക്കാൻ തുടങ്ങും. ആ കേൾക്കുന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് കേൾക്കാൻ തുടങ്ങും. അത് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ. ഇപ്പോൾ അമ്മമാർ പറയുന്നതാണെങ്കിൽ ഇപ്പം കുട്ടിക്ക് കോളിംഗ് ബെൽ അടിക്കും മുമ്പിൽ നിന്നുള്ളൊരു മിക്സി പറയുന്നതല്ല. ദാറ്റ് കംസ് ആ ഡിസ്ക്രിമിനേഷൻ, സൗണ്ട് എന്താണെന്നുള്ള തിരിച്ചറിയൽ തുടങ്ങും. ആ തിരിച്ചറിയൽ തുടങ്ങി വാക്കുകൾ മനസ്സിലാക്കാൻ തുടങ്ങും. വാക്കുകൾ തീർത്ത് വരും. അപ്പോൾ നമ്മൾ ഒരു ഇപ്പൊക്കെയാണ് ഏകദേശം 1 വയസ്സിൽ 2 വയസ്സ് ഒരു 2 വയസ്സ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പോൾ അന്നേരം തുടങ്ങുമ്പോൾ 0 ആണ്. 2 വയസ്സുള്ള കുട്ടിയുടെ കേൾവിയോ സംസാരമോ ഇല്ല. ഈ 2 വർഷം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് 4 വയസ്സാവും. ആ 4 വയസ്സാകുമ്പോൾ 4 വയസ്സിലുള്ള ഒരു കുട്ടിയുടെ കേൾവിയും സംസാരവും മനസ്സിലായി. ആ 2 വർഷം കൊണ്ട് ഇവരുടെ 4 വർഷത്തിലുള്ളത് വരും. അപ്പം ഓപ്പറേഷൻ 1.5 മണിക്കൂർ, ഹോസ്പിറ്റലൈസേഷൻ 2 രാത്രി, 7th ഡേ സ്വിച്ച് ഓൺ ചെയ്ത് പിന്നെ കുറച്ച് നാളത്തുള്ള ട്രെയിനിങ്. ഓക്കെ. അപ്പോൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്താൽ അവരുടെ കേൾവി ശക്തിയും ഓട്ടോമാറ്റിക്കലി പോവോ? ഇംപ്ലാന്റ് റിമൂവ് ചെയ്യില്ല. നമ്മൾ ആ പ്രോസസ്സർ ഉണ്ടല്ലോ അത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ താഴെ രാത്രി കിടന്ന് നമ്മൾ സ്പെക്സ് ഇപ്പോൾ രാത്രി വെച്ച് കിടന്ന് ഇത് ചെയ്യുന്ന പോലെ തന്നെ രാത്രിയും ഇവരെടുത്ത് മാറ്റി വെക്കും. ആ സമയത്ത് കേൾവി ഉണ്ടായാലും. ഓക്കെ. എൻ്റെ ചെയ്ത ഒരു കുട്ടി 2 ഇംപ്ലാന്റ് ഉണ്ട്. ഒരെണ്ണം കുറച്ചൊരു എക്സ്പെൻസീവ്, മറ്റേ ഒരു ചീപ്പായിട്ട്. ആ കുട്ടി രാത്രിയും അത് വെച്ചിട്ടാണ് കിടക്കുന്നത്. ആണോ? ഓക്കെ. അഡ്വൈസ് ചെയ്യാറില്ല വെച്ചാൽ അത്രയും ബാറ്ററി നമ്മൾ ട്രെയിൻ ചെയ്ത് പോവുകയാണ്. പക്ഷേ ആ കുട്ടി രാത്രി കിടക്കുമ്പോഴും അത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. സാധാരണ ആൾ ഓഫ് ചെയ്തിട്ട് കിടത്ത്. ലൈഫിൽ ഇത്രയും കേസസ് അറ്റൻഡ് ചെയ്തൊരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഈ ഇംപ്ലാന്റ് വഴി ഭയങ്കര മാജിക്കൽ ചേഞ്ചസ് ഉണ്ടായ ഏതെങ്കിലും കേസ് ചോദിച്ചാൽ ഏതെങ്കിലും പെർട്ടിക്കുലർലി പറയാനുണ്ടാവുമോ? ഇഷ്ടംപോലെ ഉണ്ട്.
ഓരോ കുട്ടിയും ഓരോ ഓരോ ഒരു കഥയാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ പണ്ട് കാലത്ത് ഞാൻ വെല്ലൂർ പഠിച്ചാണ്, അന്ന് പഠിക്കുമ്പോഴത്തേനാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു അമ്മ ഒരു കുട്ടിയും കൊണ്ട് വന്നു. അന്ന് കാലത്തൊക്കെ വെല്ലൂർ എന്ന് ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പം ഇവിടെ വന്ന കുട്ടി രക്ഷപ്പെടും എന്നുള്ള വിധത്തിൽ വന്നു. അപ്പോൾ ഒന്നും ചെയ്യാതെ തിരിച്ചു വേണ്ടി വന്നു. അന്നൊന്നും ഇത് ടെക്നോളജി ഇല്ല. കേൾക്കുന്നില്ല കേൾക്കുന്നില്ല, ബദർ സ്കൂളിൽ പോവുക, മൂകനും ബദിരനായിട്ട് നടക്കണം, പൊട്ടനായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കുക വേണം, പഠിക്കാൻ പറ്റിയില്ല എങ്ങനെയല്ല. ഇന്ന് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇംപ്ലാന്റ് ചെയ്തൊരു കുട്ടി മെഡിസിന് ജോയിൻ ചെയ്തു. ഓക്കെ. അതൊക്കെ ഒരു വളരെ നമുക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടൊരു ഇതാണ്. ആ കുട്ടിക്ക് നമുക്കൊരു ജീവിതം കൊടുക്കുകയില്ല. ഈസ് ഗോട്ട് ദി ബെസ്റ്റ് ഇൻ ദിസ്. ഡോക്ടറിനെ പോലെ ഡോക്ടറാണെന്ന് പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്, ഡോക്ടറാകുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ ഇതായിട്ടുള്ളതാണ്. ഓരോ കുട്ടിയെ പറ്റി നമുക്ക് കഥ പറയാൻ പറ്റും. എൻജിനീയേഴ്സ് ഉണ്ട്, മാത്സ് ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാം 2 വയസ്സിന് മുമ്പ് ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളാണ്. അപ്പോൾ ഈ പറയുമ്പോൾ 10-20 വർഷം കഴിഞ്ഞപ്പം ആ കുട്ടികളൊക്കെ എൻജിനീയേഴ്സ് ഉണ്ട്. ഒരാൾ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ദർ ഈസ് എ മാത്സ് ടീച്ചർ. പിന്നെ മറ്റേ സൈഡിലാണെങ്കിൽ അവിടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. എൻ്റെ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ചെയ്തൊരു കുട്ടിയാണ്. സ്വിമ്മറുണ്ട്, സ്കൂൾ ടീമിലൊക്കെയുള്ള സ്വിമ്മേഴ്സ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇംപ്ലാന്റ് ചെയ്ത കുട്ടികൾക്ക് സ്വിമ്മിങ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഞാനീ പറയുന്ന കുട്ടിയെ 2006 ചെയ്ത കുട്ടിയാണ്. അത് പഴയൊരു ടെക്നോളജി, അതൊന്ന് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ ഉള്ളതാണെങ്കിൽ ഇട്ടിട്ട് നമ്മൾ അതിനുള്ള കവറിങ് ഉണ്ട്, അത് വെച്ചിട്ട് തേര വെക്കുന്നതല്ല, അതിനുള്ള കവർ ചെയ്തിട്ട് സ്വിം ചെയ്യാൻ പോകുന്നതാണ്. കുഴപ്പമില്ല. ഈ കുട്ടിയൊക്കെ ആണെങ്കിൽ എടുത്തു വെച്ചിട്ട് സ്വിം ചെയ്യാൻ പോകുമായിരുന്നു. ഓക്കെ. എന്തായാലും താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.